ഓം ശാന്തി. 5/12/79 ബാബയുടെ വാണിയുടെ സാരം. विजय का झंडा लहराने के लिए റിയലൈസേഷൻ കോഴ്സ് ശുരു കരു. ബാബ പറയുകയാണ്, വിജയത്തിന്റെ പതാക പാറിക്കുന്നതിന്, ഉയർത്തുന്നതിന് റിയലൈസേഷൻ കോഴ്സ് ആരംഭിക്കും. आज बाप दादा अपनी रूहानी सेना को देख रहे थे. ഇന്ന് ബാബ് ദാദ തന്റെ ആത്മീയ സേനയെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. सेना में सब प्रकार की नंबरवार स्थिति अनुसार महारथी, घोड़े सवार और प्यादे देखी. സേനയിൽ എല്ലാ തരത്തിലുമുള്ള സൈനികരെ ബാബ കണ്ടു. നമ്പർ വൈസ് ആയുള്ള സ്ഥിതി അനുസരിച്ച് മഹാരഥി, കുതിര പടയാളികൾ, അതേപോലെ തന്നെ കാലാൾപ്പട എല്ലാവരെയും ബാബ കണ്ടു. महारथियों के मस्तक में अर्थात स्मृति में सदा विजय का झंडा लहरा रहा था. മഹാരഥികളുടെ മസ്തകത്തിൽ, അതായത് സ്മൃതിയിൽ, സദാ വിജയത്തിന്റെ കൊടി പാറിക്കളിക്കുന്നുണ്ടായിരുന്നു. घोड़े सवार अर्थात सेकंड नंबर, उनके मस्तक अर्थात स्मृति में विजय का झंडा तो था ही, लेकिन सदा नहीं लहरा रहा था. तो കാലാൽ കുതിര സവാരിക്കാരുണ്ട്, കുതിരപ്പടയാളികൾ. ഈ കുതിരപ്പടയാളികൾ, അതായത് സെക്കൻഡ് നമ്പറിലുള്ള ആത്മാക്കൾ, അവരുടെ മസ്തകത്തിൽ, അതായത് സ്മൃതിയിൽ വിജയത്തിന്റെ കൊടി ഉണ്ടായിരുന്നു. പക്ഷെ ആ കൊടി സദാ പാറിക്കളിക്കുന്നുണ്ടായിരുന്നില്ല. കഭി ഖുഷി കി ഝലക് സെ വ നിശ്ചയ കി ഫലക് സെ ഝണ്ഡ ലഹരാതാ ഥാ. ചില സമയത്ത് സന്തോഷത്തിന്റെ ശോഭയിൽ അല്ലെങ്കിൽ നിശ്ചയത്തിന്റെ തിളക്കത്തോടെ അവർ കൊടി ഉയർത്തുമായിരുന്നു, കൊടി പാറിക്കുമായിരുന്നു. അവർ കഭി झलक और फलक की आयु वायु कम होने के कारण झंडा लहराने के बजाय एक ही जगह खड़ा हो जाता था. അതേസമയം ഈ കുതിരപ്പടയാളികളായിട്ടുള്ള കുട്ടികളുടെ കൊടി ചില സമയങ്ങളിൽ ഈ തിളക്കത്തിന്റെയും അല്ലെങ്കിൽ ലഹരിയുടെയും വായു, കാറ്റ് കുറവായത് കാരണം ഈ കൊടി പാറിക്കളിക്കുന്നതിന് പകരം ഒരു ഭാഗത്ത് തന്നെ നിന്നു പോകുമായിരുന്നു. तीसरे प्यादे बहुत प्रयत्न से निश्चय की रस्सी से खुशी की झलक से झंडे को लहराने के प्रयत्न में खूब लगे हुए थे. അപ്പോൾ മൂന്നാമത്തെ കൂട്ടർ കാലാൾപ്പട വളരെ പരിശ്രമിച്ചുകൊണ്ട് നിശ്ചയത്തിന്റെ കയറ് പിടിച്ച് സന്തോഷത്തിന്റെ ശോഭയിൽ ഈ കൊടി പാറിക്കുന്നതിനുള്ള പ്രയത്നത്തിൽ വളരെയധികം ഏർപ്പെട്ടിരുന്നു. ലേക്കിൻ കഹി കഹി കംസോരിക്ക് ഗാട്ട് ഹോനേക്ക് കാരൻ അടക് ജാതാ ഥാ. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഇടയ്ക്കിടയ്ക്ക് ദുർബലതകൾ ഉള്ളത് കൊണ്ട്, അതായത് കാലാൾപ്പടകളായിട്ടുള്ള കുട്ടികളിൽ ദുർബലതകളുടെ കെട്ട് കാരണം ചില സമയത്ത് ഈ കൊടി പാറിക്കളിക്കുകയില്ലായിരുന്നു, നിന്നു പോകുമായിരുന്നു, തടസ്സമുണ്ടാകുമായിരുന്നു, കുരുങ്ങിപ്പോകുമായിരുന്നു. ഖൂബ് പുരുഷാർത്ഥമേ ലഗേ ഹുയേ थे. എങ്കിലും വളരെയധികം പുരുഷാർത്ഥത്തിൽ, പരിശ്രമത്തിൽ അവർ ഏർപ്പെട്ടിരുന്നു. ഈ കൊടി എങ്ങനെങ്കിലും പാറിക്കുവാനുള്ള പുരുഷാർത്ഥത്തിൽ അവർ ഏർപ്പെട്ടിരുന്നു. കിസി കിസി കാ പുരുഷാർത്ഥി കെ ബാദ് भी था, लेकिन कुछ समय के बाद, कुछ मेहनत के बाद, ചില കുട്ടികളുടെ, അതായത് കാലാൾപ്പടയിൽ വരുന്ന ചില കുട്ടികളുടെ ഈ കൊടി വളരെയധികം പരിശ്രമത്തിന് ശേഷം, വളരെയധികം സമയത്തിന് ശേഷം പാറിക്കളിക്കുമായിരുന്നു. इसलिए
ഛലക് ഓർ ഫലക് നഹീ ഥി. പക്ഷെ അതിനുവേണ്ടി ഒത്തിരി സമയം അവർക്ക് എടുക്കേണ്ടി വരുന്നു, ഒത്തിരി പരിശ്രമിക്കേണ്ടി വരുന്നത് കൊണ്ട് ആ കൊടി പാറിക്കളിക്കുമ്പോൾ ഉണ്ടാകേണ്ട ലഹരിയും തിളക്കമൊന്നും അവരുടെ മുഖത്തുണ്ടായിരുന്നില്ല. ബാപ്ദാദ बच्चों की मेहनत देख दूर से प्रकाश भी दे रहे थे. ബാപ്ദാദയ്ക്കാണെങ്കിൽ കുട്ടികളുടെ ഈ പരിശ്രമങ്ങൾ കണ്ട് അവ വളരെ ദൂരത്തു നിന്ന് തന്നെ കുട്ടികൾക്ക് പ്രകാശ് നൽകിക്കൊണ്ടേയിരുന്നു. അർത്ഥാത് ഇഷാര ദേ രഹേ ഥി കി ഐസേ കരൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് ബാബ കുട്ടികൾക്ക് സൂചന നൽകിക്കൊണ്ടേയിരുന്നു. കോയി കോയി ബच्चे ഇഷാരെ കോ ദേഖ് സഫൽ ഭി ഹോ രഹേ ഥി. ചില കുട്ടികൾ ബാബ നൽകുന്ന ഈ സൂചന കണ്ട് സഫലത പ്രാപ്തമാക്കുന്നുമുണ്ടായിരുന്നു. ലേക്കിൻ कोई इतना मेहनत में बिजी थे जो इशारे को कैच करने की फुर्सत ही नहीं थी. പക്ഷെ ചില കുട്ടികളാണെങ്കിൽ അവർ ആ പരിശ്രമത്തിൽ, കൊടി പാറിക്കുന്നതിനുള്ള പരിശ്രമത്തിൽ വളരെ ബിസി ആയിരുന്നത് കൊണ്ട് ബാബ നൽകുന്ന സൂചനകളെ മനസ്സിലാക്കുവാനുള്ള ഒഴിവ് സമയം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഐസി സേനാമേ തീനോ പ്രകാർ കെ യോദ്ധാ ദേഖി. ഇങ്ങനെ ബാബ തന്റെ സേനയിൽ 3 തരത്തിലുള്ള യോദ്ധാക്കളെ കണ്ടു. मेहनत से या सहज ही सबका झंडा अच्छी तरह से लहराने लगा तो झंडे के लहराने से ही विजय के पुष्पों के अर्थात बाप और बच्चों के प्रत्यक्षता के पुष्पों की വർഷാ സമാൻ രൗനക് ഹോഗി. ബാബ പറയുകയാണ്, പരിശ്രമത്താലായിക്കോട്ടെ സഹജമായിട്ടായിക്കോട്ടെ എല്ലാവരുടെയും കൊടികൾ, പതാകകൾ വളരെ നല്ല രീതിയിൽ പാറിക്കളിക്കുമ്പോൾ ഈ കൊടി പാറിക്കുന്നതിൽ കൂടി തന്നെ വിജയത്തിന്റെ പുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥം ബാബയുടെയും കുട്ടികളുടെയും പ്രത്യക്ഷതയുടെ പുഷ്പങ്ങളുടെ ഒരു പുഷ്പവർഷത്തിന് സമാനമായിട്ടുള്ള ഒരു തിളക്കം, ഒരു സീൻ അവിടെ ഉണ്ടാകുമായിരുന്നു. ബच्चे जो मेहनत कर रहे हैं उनको बाप दादा सहज साधन सुनाते हैं. അപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആരാണോ അവർക്ക് ബാപ്ദാദ വളരെ സഹജമായ ഒരു മാർഗം പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടികളുടെ എല്ലാ പരിശ്രമങ്ങളിൽ നിന്നും മുക്തരാകുന്നതിനുള്ള ഒരു സഹജമായ മാർഗം ബാബ പറഞ്ഞു കൊടുക്കുകയാണ്. समय पर वह निरंतर विजय का झंडा क्यों नहीं लहराता है, उसका कारण क्या है? ബാബ ചോദിക്കുകയാണ്, സമയത്ത് അല്ലെങ്കിൽ നിരന്തര വിജയത്തിന്റെ പതാക എന്തുകൊണ്ട് കുട്ടികൾക്ക് പാറിക്കുവാൻ സാധിക്കുന്നില്ല? അതായത് എല്ലായ്പ്പോഴും ഏത് സാഹചര്യത്തിലും എന്തുകൊണ്ട് കുട്ടികൾക്ക് വിജയിയാകാൻ സാധിക്കുന്നില്ല? നിരന്തര വിജയം എന്തുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല? അതിന്റെ കാരണം എന്താണ്? आप लोग भी फंक्शन में झंडा लहराते हो तो समय पर क्यों नहीं लहराता है? അപ്പോൾ നിങ്ങൾ കുട്ടികൾ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് പതാക ഉയർത്താറുണ്ട്. അപ്പോൾ ബാബ പറയുകയാണ്, സമയത്ത്, പക്ഷെ അങ്ങനെ ഉയർത്താറുണ്ടെങ്കിലും കുട്ടികൾക്ക് സമയത്ത് എന്തുകൊണ്ട് വിജയത്തിന്റെ പതാക ഉയർത്തുവാൻ സാധിക്കുന്നില്ല? കാരണം ചില സമയത്ത് ഫംഗ്ഷനുകളിലും ഇതേപോലെ തന്നെ പതാക ഉയർത്തുമ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ കൊടി പാറിക്കളിക്കില്ല. ബാബ ചോദിക്കുന്ന കാരണം എന്താണ്? പഹലേസെ റിഹേഴ്സൽ നഹീ കർത്തെ. ഇതിന്റെ കാരണം നേരത്തെ റിഹേഴ്സൽ ചെയ്തില്ല. റിഹേഴ്സൽ ചെയ്യാതെയാണ് ഫംഗ്ഷനിൽ കൊടി ഉയർത്തുന്നത്. അതുകൊണ്ടാണ് കൊടി ചില സമയത്ത് പാറിക്കളിക്കാതിരിക്കുന്നത്. ഐസേ विजय का झंडा लहराने के लिए मुख्य बात रियलाइजेशन नहीं है. അപ്പോൾ സാധാരണ ഫംഗ്ഷന് കൊടി പാറിക്കളിക്കുന്നില്ല എങ്കിൽ, പതാക ഉയർത്തുമ്പോൾ കൊടി പാറുന്നില്ല എങ്കിൽ അതിന്റെ കാരണം റിഹേഴ്സൽ ഇല്ലാത്തതാണ്. ബാബ പറയുന്നു, ഇതേപോലെ കുട്ടികളുടെ ജീവിതത്തിൽ
വിജയത്തിന്റെ കൊടി പാറിക്കളിക്കാത്തതിനുള്ള മുഖ്യമായ കാരണം റിയലൈസേഷൻ ഇല്ലാത്തതാണ്. അമൃത് വേളെ സേ റിയലൈസേഷൻ കോഴ്സ് ശുരു കരു. ബാബ പറയുന്നു, അമൃതവേള മുതൽ റിയലൈസേഷൻ കോഴ്സ് ആരംഭിച്ചു. वर्णन तो सभी करते हो, लेकिन वर्णन करना और रियलाइजेशन करना अर्थात अनुभूति करना उसमें अंदर हो जाता है. എല്ലാവരും വർണ്ണിക്കുന്നുണ്ട്, ഈശ്വരീയ ജ്ഞാനത്തെ എല്ലാവരും വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ വർണ്ണിക്കുന്നതും റിയലൈസേഷനും തമ്മിൽ അന്തരമുണ്ട്. റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനുഭൂതിയാണ്, അനുഭവമാണ്. एक है सुनना व सुनाना की बात से सर्व संबंध है. അപ്പൊ ഒന്നെന്ന് പറയുന്നത് കേൾക്കുക അല്ലെങ്കിൽ കേൾപ്പിക്കുക, ഒന്ന് കേൾക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ബാബയുമായിട്ടുള്ള സർവ സംബന്ധങ്ങളെ കുറിച്ച് കേൾക്കാം, അതേപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. लेकिन हर एक संबंधों की अनुभूति और प्राप्ति अपने अपने ही. പക്ഷേ ഓരോ സംബന്ധങ്ങളുടെയും അനുഭവം, അനുഭൂതിയും പ്രാപ്തിയും അത് പ്രത്യേകം പ്രത്യേകമാണ്. तो सर्व संबंधों की अनुभूति व प्राप्ति में मगन रहो. അതുകൊണ്ട് ബാബ പറയുന്നു, ബാബയുമായിട്ടുള്ള സർവ സംബന്ധങ്ങളുടെയും അനുഭൂതിയിലും അതേപോലെ പ്രാപ്തിയിലും മുഴുകിയിരിക്കും. तो पुरानी दुनिया के वातावरण से സഹജി ഉപരാം രഹസ്യത്തെ. അങ്ങനെ മുഴുകിയിരിക്കുകയാണെങ്കിൽ പഴയ ലോകത്തിന്റെ ഈ വായുമണ്ഡലത്തിൽ നിന്നും സഹജമായി തന്നെ ഉപരിയായിട്ട് ജീവിക്കുവാൻ സാധിക്കും. ഹർ കാര്യ കെ സമയ ഭിന്ന ഭിന്ന സംബന്ധിക്ക അനുഭവ കർ സക്തി ഹോ. ഓരോ പ്രവൃത്തി ചെയ്യുന്ന സമയത്തും ബാബയുമായിട്ടുള്ള പല പല സംബന്ധങ്ങളുടെ അനുഭവം ചെയ്യുവാൻ സാധിക്കും. और उसी संबंध के सहयोग से निरंतर योग का अनुभव कर सकते हो. മാത്രമല്ല ആ സംബന്ധത്തിന്റെ സഹയോഗം കൊണ്ട് നിരന്തര യോഗത്തിന്റെ അനുഭവവും നമുക്ക് സാധിക്കും. हर समय बाबा के भिन्न भिन्न संबंधों का सहयोग लेना अर्थात അനുഭവ കർണാഹി യോഗി. ബാബ യോഗം എന്താണെന്ന് നിർവചിക്കുകയാണ്. അതായത് ഓരോ സമയവും ബാബയുമായിട്ടുള്ള ഭിന്ന ഭിന്ന സംബന്ധങ്ങളുടെ സഹയോഗം എടുക്കുക, അതായത് ഭിന്ന ഭിന്ന സംബന്ധങ്ങളെ അനുഭവിക്കുക, ഇത് തന്നെയാണ് യോഗം. ഐസേ സഹജയോഗി നിരന്തര യോഗി ക്യോ നഹി ബൻതേ ഹോ. ബാബ ചോദിക്കുന്നു, ഇങ്ങനെയുള്ള സഹജയോഗിയായി നിരന്തര യോഗിയായി മാറുവാൻ കുട്ടികൾക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ബാബ കൈസി ഭി സമയ പർ സംബന്ധ നിഭാനെ കെ ലിയെ ബന്ധേ ഹുയേ ഹി. ബാബയാണെങ്കിലോ ഏത് സമയത്തും കുട്ടികളുമായിട്ട് ഏത് സംബന്ധത്തിന്റെ അനുഭവം നൽകുന്നതിനും ബാബ ബന്ധനസ്ഥനാണ്, ബാബ തയ്യാറാണ്. जब बाबा के साथ बाबा साथ दे रहे हैं तो लेने वाले क्यों नहीं लेते? അപ്പൊ ബാബയുടെ കൂട്ട് തരുന്നുണ്ട്, ഏത് സംബന്ധത്തിന്റെ അനുഭവം തരുവാനും ബാബ തയ്യാറാണ്. എടുക്കേണ്ട കുട്ടികൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല? സഹയോഗ ലേനാഹി योग कैसे होता है यह അനുഭവ കരു. ബാബ പറയുന്ന സഹയോഗം എടുക്കുക, ഇതാണ് യോഗം എന്ന് പറയുന്നത്. ആ യോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കുട്ടികൾ അനുഭവിക്കും. മാതാക്ക സംബന്ധി ക്യാ ഹേ, ബാപ്ക സംബന്ധി ക്യാ ഹേ. ബാബ പറയാൻ ഈ അമ്മ, ബാബ അമ്മയുടെ സംബന്ധത്തിൽ എങ്ങനെയാണ്, അമ്മയുടെ സംബന്ധത്തിൽ വരുന്ന സമയത്ത് ബാബയിൽ നിന്ന് ലഭിക്കുന്ന അനുഭവം എന്താണ്, അച്ഛന്റെ സംബന്ധത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഭവം എന്താണ്, അവർ ബന്ധുക്ക സംബന്ധിക്കാതെ കൂട്ടുകാരൻ അല്ലെങ്കിൽ ബന്ധു അതിന്റെയൊക്കെ
അനുഭവം, ആ ബന്ധങ്ങളിലേക്ക് ബാബ വരുമ്പോഴുള്ള അനുഭവം എന്താണ്? സദാ സാജന്റെ സംഘ അനുഭവിക്കാതെ. ഇനി ബാബ നമ്മുടെ സാജനായിട്ട് വരുമ്പോൾ ആ സംഘത്തിന്റെ അനുഭവം എന്താണ്? ഇത് അലജല സംബന്ധക്കാ രഹസ്യ അനുഭവമേ ആയ. ബാബ പറയുന്നു, ഇങ്ങനെ ഓരോരോ സംബന്ധങ്ങളുടെയും അനുഭവം രഹസ്യം കുട്ടികൾ തന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. अगर एक भी संबंध की अनुभूति से वंचित रह गए तो सारा कल्प ही वंचित रह जाएंगे. അഥവാ ഏതെങ്കിലും ഒരു സംബന്ധത്തിന്റെയെങ്കിലും അനുഭൂതിയിൽ നിന്നും നമ്മൾ വഞ്ചിക്കപ്പെടുകയാണെങ്കിൽ മുഴുവൻ കൽപ്പത്തിലും നമ്മൾ വഞ്ചിക്കപ്പെടും. क्योंकि कल्प में अब ही सर्व अनुभवों की खान प्राप्त होती है. കാരണം ബാബ പറയാണ്, മുഴുവൻ 5000 വർഷത്തിലും വെച്ച് ഈ ഒരേ ഒരു സംഗമയുഗത്തിൽ മാത്രമേ ബാബയിൽ നിന്നും സർവ അനുഭവങ്ങളുടെയും ഖജനാവ് നമുക്ക് പ്രാപ്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അഭിനഹിതോ സഭ്യനിഹി, ഇപ്പോഴില്ല എങ്കിൽ ഒരിക്കലും ലഭിക്കില്ല. तो अपने आप को चेक करो. അതുകൊണ്ട് സ്വയം സ്വയത്തെ ചെക്ക് ചെയ്യൂ. इस संबंध की अनुभूति अब तक नहीं कर पाए हैं. ബാബയുമായിട്ട് ഏത് സംബന്ധത്തിന്റെ അനുഭൂതിയാണ് ഇതുവരെ ഞാൻ എടുക്കാതിരുന്നത്? അത് ചെക്ക് ചെയ്യൂ. इसी प्रकार से ज्ञान की सब्जेक्ट में जो भी पॉइंट्स वर्णन करते हो उस हर पॉइंट का अनुभव किया है. ഇനി ബാബ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. സംബന്ധത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ വിഷയത്തിൽ ഏതെല്ലാം പോയിന്റുകൾ കുട്ടികൾ വർണ്ണിക്കുന്നുണ്ടോ ആ ഓരോ പോയിന്റിന്റെയും അനുഭവം കുട്ടികൾ അനുഭവിച്ചിട്ടുണ്ടോ? जैसे वर्णन करते हो हम सुदर्शन चक्रधारी है. കുട്ടികൾ വർണ്ണിക്കാറുണ്ട്, ഞാൻ സുദർശന ചക്രധാരിയാണ്. तो सबके दर्शन का अनुभव किस आधार से करते हो? അപ്പൊ സുദർശന ചക്രധാരിയാണ് ഞാൻ എന്ന് വർണ്ണിക്കുമ്പോൾ ആ സുദർശനത്തിന്റെ, അതായത് സ്വന്തത്തിന്റെ ദർശനം, സ്വയത്തിന്റെ ദർശനത്തിന്റെ അനുഭവം നിങ്ങൾ വർണ്ണിക്കുന്നത് എന്തിന്റെ ആധാരത്തിലാണ്? ദർശൻ അർത്ഥാത് ജാന. ദർശിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയുക എന്നാണ്. ജാനേ വാല ഉസ് ജാനേ കി അഥോറിറ്റി മേ രഹതാ ഹൈ. അറിയുന്നവർ ആ അറിവിന്റെ അഥോറിറ്റിയിലായിരിക്കും ജീവിക്കുന്നത്. ജൈസെ ആജ്കൽ കെ ശാസ്ത്രവാദി സിർഫ് ശാസ്ത്ര പഠ്തേ ഹൈ रखते हैं, फिर भी स्वयं अपने को शास्त्रों की अथॉरिटी समझते हैं. ഇന്നത്തെ കാലത്തെ ശാസ്ത്രവാദികൾ, അതായത് ഈ പുരാണങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം വായിച്ചു മനസ്സിലാക്കിയ, വായിച്ചു പഠിച്ചിട്ടുള്ളവർ, അവർ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ, പുരാണ ഗ്രന്ഥങ്ങളെ, വിശുദ്ധ ഗ്രന്ഥങ്ങളെയെല്ലാം പഠിക്കുന്നു, വായിക്കുന്നു, മാത്രമല്ല ഉരുവിടുകയും ചെയ്യുന്നു, ജപിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും സ്വയം അവരെ കുറിച്ച് ചിന്തിക്കുന്നത്, അവർ വെറുതെ വായിക്കുന്നു, കാണാതെ പഠിക്കുന്നു, അല്ലെങ്കിൽ ജപിക്കുന്നു, എന്നിട്ടും അവർ ചിന്തിക്കുന്നത് ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ എല്ലാം അതോറിറ്റിയാണ് ഞാൻ, അത്രയും ആധികാരികത അവർക്കുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നു. ആ സർ റത്തെ നഹീ ഹോ ലേക്കിൻ ഉസ്മേ രമൺ കർത്തേ ഹോ. നിങ്ങൾ വെറുതെ ജപിക്കുന്നവരല്ല, ബാബ നൽകുന്ന ജ്ഞാനത്തെ വെറുതെ ജപിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരല്ല നിങ്ങൾ. പകരം അതിൽ രമിക്കുന്നവരാണ്, അതിനെ അനുഭവിക്കുന്നവരാണ്. രമൺ കർണേ വാല അർത്ഥാത് മനൻ ദ്വാര സ്വരൂപ് മേ ലാനേ വാല. അപ്പൊ രമിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനനത്തിലൂടെ രൂപത്തിലേക്ക് ആ അറിവിനെ കൊണ്ടുവരുന്നവർ എന്നാണ്. ऐसा सदा ज्ञान की अथॉरिटी अर्थात सदा ज्ञान की हर पॉइंट के नशे में रखने वाला होगा. ബാബയുടെ കുട്ടികൾ എന്ന് പറയുന്നത് സദാ ജ്ഞാനത്തിന്റെ അതോറിറ്റി ഉള്ളവർ, അതായത് സദാ ജ്ഞാനത്തിന്റെ
ഓരോ പോയിന്റിന്റെയും ലഹരിയോടെ ജീവിക്കുന്നവരാണ്. ജ്ഞാനത്തിന്റെ ഓരോ പോയിന്റും അനുഭവിച്ച് അതിന്റെ ലഹരിയിൽ ജീവിക്കുന്നവരാണ്. ഐസേ ഹർ ജ്ഞാൻ കി പോയിന്റ് കെ അതോറിറ്റി അർത്ഥാത് അനുഭവ കെ നശേമേ രഹത്തെ ഹോ. ബാബ ചോദിക്കാണ്, ഇതേപോലെ ഓരോ ജ്ഞാനത്തിന്റെ പോയിന്റിന്റെയും അതോറിറ്റി, അതായത് അനുഭവത്തിന്റെ ലഹരിയിൽ ജീവിക്കുന്നവരല്ലേ നിങ്ങൾ? इसी प्रकार से धारणा की सब्जेक्ट में भिन्न भिन्न गुणों का वर्णन करते हो, उस हर गुण के अनुभव की अथॉरिटी हो. ഇതേപോലെ തന്നെ ബാബ പറയുകയാണ്, ധാരണ എന്നുള്ള വിഷയമുണ്ടല്ലോ, ബാബ നമ്മുടെ 4 വിഷയങ്ങൾ പഠിപ്പിക്കുന്നു: ജ്ഞാനം, യോഗം, ധാരണ, സേവ. അതിൽ ധാരണ എന്നുള്ള വിഷയത്തിൽ പലതരത്തിലുള്ള ഗുണങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ആ ഓരോ ഗുണത്തിന്റെയും അനുഭവത്തിന്റെ ശക്തി നിങ്ങൾക്കുണ്ട്. ഓരോ ഗുണത്തെയും നിങ്ങൾ വർണ്ണിക്കുന്നത് അനുഭവത്തിന്റെ ആധാരത്തിലാണ്. സ്പീക്കർ ഹോ, ശ്രോതാ ഹോ യാ അതോറിറ്റി ഹോ. ബാബ ചോദിക്കുന്നു, നിങ്ങളൊരു സ്പീക്കറാണോ, പ്രഭാഷകർ മാത്രമാണോ, ശ്രോതാവാണോ, അതോ കേൾവിക്കാരൻ മാത്രമാണോ? യാ അതോറിറ്റി ഹോ, അതോ ആധികാരികതയിൽ ജീവിക്കുന്നവരാണോ, അതായത് അനുഭവിക്കുന്നവരാണോ? അനുഭവത്തിന്റെ ശക്തി നിങ്ങളിലുണ്ടോ? ഇസീമേ നമ്പർ ഹോ ജാത്തേ ഹേ. ബാബ സ്പഷ്ടമായിട്ട് പറയുകയാണ്, കുട്ടികളുടെ പദവി തീരുമാനിക്കുന്നത് ഇതിന്റെ ആധാരത്തിലാണ്. അതായത് പ്രഭാഷകർ മാത്രമാണോ, കേൾവിക്കാർ മാത്രമാണോ, അതോ അനുഭവത്തിന്റെ അതോറിറ്റിയാണോ? ഇസീമേ നമ്പർ ഹോ ജാത്തേ ഹേ. ഇതിന്റെ ആധാരത്തിലാണ് കുട്ടികളുടെ പദവിയുടെ നമ്പർ തീരുമാനിക്കപ്പെടുന്നത്. മഹാരഥി അർത്ഥാത് ഹർ ശബ്ദ കെ അനുഭവ കി അതോറിറ്റി. മഹാരഥി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓരോ വാക്കിന്റെയും അനുഭവത്തിന്റെ അതോറിറ്റി ഉള്ളവർ എന്നാണ്. ഈശ്വരീയ ജ്ഞാനത്തിന്റെ ഓരോ പോയിന്റിന്റെയും അനുഭവത്തിന്റെ അതോറിറ്റി ഉള്ളവർ എന്നാണ്. ഘോഡെ സവാർ സുനാനി പോലെ കുതിരപ്പടയാളികളുണ്ട്. കുതിരപ്പടയാളികൾ എന്ന് പറഞ്ഞ അർത്ഥം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവർ എന്നാണ്. കൂടുതലും അവർ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നു. അനുഭവക്ക് അതോറിറ്റിമേ കം. പക്ഷെ അനുഭവത്തിന്റെ അതോറിറ്റി അവർക്ക് കുറവായിരിക്കും. സഹജ് സാധൻ ക്യാ ഹുവാ? ബാബ ചോദിക്കുകയാണ്, സഹജമായ മാർഗം അപ്പോ ഏതാണ്? റിയലൈസേഷൻ की कमी अर्थात അനുഭവി മൂർത്ത് ബന്നെ की कमी. ബാബ പറയണ കുട്ടികളുടെ കുറവ് ഇതാണ്. റിയലൈസേഷന്റെ കുറവുണ്ട്, അനുഭവിച്ചറിയുന്നതിന്റെ കുറവുണ്ട്, അനുഭവി മൂർത്തി ആയി മാറുന്നതിന്റെ കുറവ് ബാബ കുട്ടികളിൽ കാണുന്നു. ഭക്തി और ज्ञान का विशेष अंतर ही यह है. ഭക്തി മാർഗവും ജ്ഞാനമാർഗവും തമ്മിലുള്ള വിശേഷ വ്യത്യാസം ഈ ഒരൊറ്റ കാര്യമാണ്, അനുഭവിച്ചറിയുക. വർണ്ണൻ ഹി ഇത് അനുഭവ ഹോത്താ ഹെ. ഭക്തി മാർഗത്തിലാണെങ്കിൽ അവർ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ജ്ഞാനമാർഗത്തിൽ അനുഭവിക്കുന്നു. നിരന്തര യോഗി ബന്നേക്ക ആധാർ. ബാബ പറയുകയാണ്, നിരന്തര യോഗി ആയി മാറുന്നതിന്റെ ആധാരം ഇതാണ്. സദാ സർവ സംബന്ധോങ്ക സഹയോഗിലും. നിരന്തര യോഗിയായിട്ട് മാറുന്നതിന് ബാബ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരികയാണ്. സദാ സർവ സംബന്ധങ്ങളുടെയും സഹയോഗം ബാബയിൽ നിന്നും അനുഭവിക്കും. അനുഭവി ബനോ, അനുഭവിയായി മാറും. സമച്ച കുട്ടികൾക്ക് മനസ്സിലായോ? അനുഭവ की ഖാൻ को अच्छी तरह से प्राप्त करो. അനുഭവത്തിന്റെ ഖനി വളരെ നല്ല രീതിയിൽ നിങ്ങൾ പ്രാപ്തമാക്കൂ. थोड़ा सा नहीं लेकिन സർവ പ്രാപ്തി കരു. കുറച്ചല്ല നിങ്ങൾ എടുക്കേണ്ടത്, മറിച്ച് സർവ പ്രാപ്തികളും നേടും. दो तीन संबंध का
2-3 पॉइंट का अनुभव नहीं, लेकिन സർവ അനുഭവി മൂർത്തി. 2-3 സംബന്ധങ്ങളുടെ അനുഭവം അല്ലെങ്കിൽ 2-3 പോയിന്റുകളുടെ അനുഭവം അങ്ങനെയല്ല. പകരം സർവ പോയിന്റുകളുടെയും സർവ സംബന്ധങ്ങളുടെയും അനുഭവി മൂർത്തിയായി മാറണം. मास्टर ऑलमाइटी अथॉरिटी बनो तो सदा विजय का झंडा लहराता रहेगा. മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റിയായി മാറും. മാസ്റ്റർ സർവശക്തിമാനായി മാറും. വിജയത്തിന്റെ കൊടി പാറിക്കളിച്ചുകൊണ്ടിരിക്കും എല്ലായ്പ്പോഴും. ബാബ സർവ പർ സ്നേഹി, എല്ലാവരോടും ബാബയ്ക്ക് സ്നേഹമുണ്ട്. സഭി അനുഭവി മൂർത്തി ബന്ന, എല്ലാ കുട്ടികളും അനുഭവി മൂർത്തിയായി മാറണം. സബ് വിജയി ഹോജായി, എല്ലാവരും വിജയിക്കണം. ക്ഷത്രിയ നഹി ജോ സദാഹി മേഘത്തെ ലഗേ രഹി, സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്ഷത്രിയരാകരുത്. ലേക്കിൻ സദാ വിജയ്, പകരം സദാ വിജയ് ആകണം. अब ക്ഷത്രിയപ്പൻ കെ സമയക്ക് സമാപ്തി ഹോഗി, ഇപ്പോ പരിശ്രമിക്കുന്നതിന്റെ അല്ലെങ്കിൽ ക്ഷത്രിയന്റെ സ്വഭാവത്തിന് സമാപ്തമാകേണ്ട സമയമാണ്. ക്ഷത്രിയന്റെ സ്വഭാവമൊക്കെ എപ്പോഴേ സമാപ്തമാക്കേണ്ട സമയമേ കഴിഞ്ഞു. അഗർ ഈ സമയത്തക്ക് ഭീ ക്ഷത്രിയ രഹേങ്കെ തോ ചന്ദ്രവംശി ബൻ ജാവേങ്കെ, ഇപ്പോഴും ഈ ക്ഷത്രിയന്റെ സ്വഭാവം കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്ത് നേടിയെടുക്കുന്ന സ്വഭാവമാണ് ഇപ്പോഴും ഉള്ളതെങ്കിൽ ബാബ പറയാണ് ചൈത്രവംശിയായി പോകും. അബ് സമേഹേ ബ്രാഹ്മൺ അർത്ഥാത് വിജയി ബന്നേക്ക. ബാബ പറയുന്നു ഇപ്പോ സമയം ബ്രാഹ്മണനാകേണ്ട സമയമാണ്. കാരണം സമ്പൂർണ്ണ ബ്രാഹ്മണന് മാത്രമേ സമ്പൂർണ്ണ വിജയിയാകാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമേ സൂര്യവംശത്തിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ. ബഹുത്ത് കാൽക്ക വിജയി സംസ്കാർ ചാഹി, വളരെ കാലത്തെ വിജയി എന്നതിന്റെ സംസ്കാരം കുട്ടികൾക്ക് ആവശ്യമുണ്ട്. അബിത്തോ സമയഹി കംഹി, ഇപ്പോഴാണെങ്കിൽ സമയം വളരെ കുറച്ചേ ഉള്ളൂ. തോ അബിസേ വിജയി പെൻകെ സംസ്കാർ ഭരേങ്കെ തോ ചന്ദ്രവംശി ബൻകാവേങ്കെ. അതുകൊണ്ട് ഇപ്പോൾ മുതലേ വിജയി എന്നതിന്റെ സംസ്കാരം നിങ്ങൾ നിറയ്ക്കുന്നില്ല എങ്കിൽ കുട്ടികൾ ചന്ദ്രവംശി ആയി മാറും. इसलिए अपने भाग्य की लकीर को अभी भी परिवर्तन कर सकते हो. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളുടെ ഭാഗ്യത്തിന്റെ രേഖയെ ഇപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. ഇപ്പോഴൊന്ന് ശ്രദ്ധിച്ചാലും മതി, തീർച്ചയായിട്ടും കുട്ടികളുടെ ഭാഗ്യത്തിന്റെ രേഖയെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. ഐസേ സദാ വിജയ്, ബാബ പറയണോ ഇങ്ങനെ സദാ വിജയ്, സർവ സംബന്ധോങ്കി അനുഭവോങ്കി അതോറിറ്റി, സർവ സംബന്ധങ്ങളുടെയും അനുഭവങ്ങളുടെ അതോറിറ്റിയായ ജ്ഞാൻകി ഹർ പോയിന്റ് അതോറിറ്റി, ജ്ഞാനത്തിന്റെ ഓരോ പോയിന്റിന്റെയും അതോറിറ്റിയായ ഹർ ഗുൺകെ അനുഭവക്കി അതോറിറ്റി, ഓരോ ഗുണത്തിന്റെയും അനുഭവത്തിന്റെ അതോറിറ്റിയായ സേവാക്കി സബ്ജക്റ്റുമേ ഓൾറൗണ്ടർ, സേവയുടെ സബ്ജക്റ്റിൽ ഓൾറൗണ്ടറായ और എവർ റെഡി ഇസ് വിശേഷതാക്കി അതോറിറ്റി. ഓൾറൗണ്ടർ എന്ന അതേപോലെ എവർ റെഡി എന്ന വിശേഷതകളുടെ അതോറിറ്റിയായ ഐസേ ബാബ് സമാൻ ശ്രേഷ്ഠാത്മാവുങ്കോ, ഇങ്ങനെയുള്ള ബാബയ്ക്ക് സമാനമായ ശ്രേഷ്ഠാത്മാക്കൾക്ക് ബാബ് ദാദാക്ക യാദ് പ്യാർ ഓർ നമസ്തേ, ബാബ് ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരം. അപ്പൊ ബാബ പറയുന്നത് കുട്ടികൾക്ക് ഒരേ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, റിയലൈസേഷന്റെ കുറവ്, അനുഭവത്തിന്റെ കുറവ്. 2 കാര്യങ്ങളിൽ കുട്ടികൾക്ക് അനുഭവം കുറവ്. ഒന്ന് സർവ സംബന്ധങ്ങളുടെയും അനുഭവം, 2 സർവപ്രാപ്തികളുടെയും അനുഭവം. ചില അനുഭവങ്ങൾ എല്ലാ കുട്ടികൾക്കുമുണ്ട്. പക്ഷെ ബാബ പറയുന്നത് ബാബയിൽ സർവ സംബന്ധങ്ങളും അനുഭവിക്കുക, അതേപോലെ സർവ പ്രാപ്തികളും ബാബയിൽ നിന്നും അനുഭവിക്കുക.
സർവസംബന്ധങ്ങളുടെ അനുഭവങ്ങളിൽ ഏതെങ്കിലും ഒരു ബന്ധത്തിന്റെയെങ്കിലും അനുഭവത്തിന്റെ കുറവ് നമുക്കുണ്ടെങ്കിൽ 5000 വർഷവും നമുക്ക് ആ കുറവ് അനുഭവപ്പെടും. കുറവ് അനുഭവപ്പെടുമെന്ന് വെച്ചാൽ 5000 വർഷത്തിൽ നമുക്ക് നഷ്ടം ഉണ്ടാകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇപ്പോഴാണെങ്കിലും കുട്ടികൾക്ക് തന്റെ ഭാഗ്യരേഖയെ തിരുത്തുവാൻ സമയമുണ്ട് എന്നാണ് ബാബ പറയുന്നത്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ തിരുത്തി മുന്നോട്ട് പോകും. ഓം ശാന്തി.